ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കൗൺസിൽ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻട്രാൻസിറ്റീവ് വെർബിലെ ഒരു കണ്ടീഷൻ ആയ കോഗ്നേറ്റീവ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് അക്യുസേറ്റീവ് എന്ന് വിളിക്കുന്ന ഒരു കണ്ടീഷനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കേസിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ക്ലിയർ ആയിട്ട്. എന്തായിരുന്നു ഇൻട്രാൻസിറ്റീവ് വെർബ്? ഒരു സെൻറ്റൻസിൽ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ചെയ്യുന്ന ആക്ഷൻ സബ്ജക്റ്റിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക് പാസ്സാകരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബിലെ ഫസ്റ്റ് കണ്ടീഷനായ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യുസേറ്റീവ് എന്താണെന്നാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യുസേറ്റീവ് എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ഒബ്ജക്റ്റും അക്യുസേറ്റീവ് ഒന്ന് തന്നെയാണ്. നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു കാര്യം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ അക്യുസേറ്റീവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഗ്നേറ്റ് ഒബ്ജക്റ്റിനെ തന്നെയാണ് നമ്മൾ ഈ കോഗ്നേറ്റ് അക്യുസേറ്റീവ് എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, സോ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യുസേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ചില സിറ്റുവേഷനുകളിൽ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ ഈ ഇൻട്രാൻസിറ്റീവ് വെർബ് അതിനോടൊപ്പം ആ വെർബിൻ്റെ അതേ അർത്ഥം അല്ലെങ്കിൽ അതേ മീനിങ് ഉള്ള ചില ഒബ്ജക്റ്റുകളെ കൂടെ ചേർക്കാറുണ്ട്. നമ്മുടെ ഇൻട്രാൻസിറ്റീവ് വെർബ് അതിൻ്റെ അതേ അർത്ഥമുള്ള ചില ഒബ്ജക്റ്റുകളെ ചില സെൻറ്റൻസുകളിൽ കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കൂടെ വെർബിൻ്റെ അതേ മീനിങ് ഉള്ള നമ്മുടെ ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെ അതേ അർത്ഥമുള്ള ആ കൂടെ ചേർക്കുന്ന ഒബ്ജക്റ്റ് ഇല്ലേ, ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബിലെ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കോഗ്നേറ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മുടെ ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നൊരു വാക്കാണ്. കോഗ്നേറ്റിൻ്റെ അർത്ഥം സിമിലർ, ഒരുപോലെ എന്ന അർത്ഥമുള്ളൊരു വാക്കാണ് നമ്മുടെ ഈ കോഗ്നേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിനും കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യുസേറ്റീവ് എന്ന് പേര് വന്നത്. കാരണം നമ്മുടെ ആ ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെ അതേ മീനിങ് ആയിരിക്കും ഈ ഒബ്ജക്റ്റിന്. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഇൻട്രാൻസിറ്റീവ് വെർബിൽ നമ്മൾ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ഒബ്ജക്റ്റിലേക്ക് പാസ് ആകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ടൊരു ബന്ധമില്ല. നിങ്ങൾ അങ്ങനെ കൺഫ്യൂസ് ആകരുത്. സോ ഇൻട്രാൻസിറ്റീവ് വെർബിൽ നമ്മൾ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് അതേ അർത്ഥമുള്ള ചില ഒബ്ജക്റ്റുകളെ കൂടെ ചേർക്കും. ആ കൂടെ ചേർക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യുസേറ്റീവ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us see in detail what is a cognate object. 1. I have fought a good fight. ഈ സെൻറ്റൻസിൽ ഞാനൊരു നല്ല പോരാട്ടം നടത്തി. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻട്രാൻസിറ്റീവ് വെർബായ ഫോർട്ടിനും ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒബ്ജക്റ്റായ ഫൈറ്റും ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്. ഫൈറ്റ് എന്നുള്ള നൗൺ വേർഡാണ് ഒബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തന്നെ വെർബായ ഫോർട്ടാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബായിട്ട് നമുക്ക് ഈ സെൻറ്റൻസിലുള്ളത്. പക്ഷേ രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒബ്ജക്റ്റായ ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ് എന്നുള്ള സെൻറ്റൻസിൽ ഈ അവസാനമുള്ള ഈ ഒബ്ജക്റ്റായ ഫൈറ്റ് എന്നുള്ളത് നമ്മുടെ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യുസേറ്റീവ് ആണ്. എക്സാമ്പിൾ 2, ഹി ലോഫ്ഡ് എ ഹാർട്ടി ലാഫ്. ഈ സെൻറ്റൻസിലും അവൻ മനസ്സ് തുറന്നു ചിരിച്ചു. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിലാണെങ്കിൽ പോലും ഹി ലോഫ്ഡ് എന്നുള്ള ഇൻട്രാൻസിറ്റീവ് വെർബും അവസാനം ഉപയോഗിച്ചിരിക്കുന്ന ഒബ്ജക്റ്റായ ലോഫും ഒരേ അർത്ഥമുള്ള പദങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാനം ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഈ ഇൻട്രാൻസിറ്റീവ് വെർബായ ലോഫ്ഡിൻ്റെ കൂടെ ഈ ലോഫ്ഡ് എന്നുള്ള ഇൻട്രാൻസിറ്റീവ് വെർബ് കൂടെ ചേർത്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റായ ലോഫ് എന്നുള്ള വാക്കാണ് നമ്മുടെ കോഗ്നേറ്റ് ഒബ്ജക്റ്റ്. കാരണം നമ്മുടെ വെർബിൻ്റെ അർത്ഥവും ഈ ഒബ്ജക്റ്റിൻ്റെ അർത്ഥവും ഒന്ന് തന്നെ. എക്സാമ്പിൾ 3, ഐ ഡ്രീംറ്റ് എ സ്ട്രേഞ്ച് ഡ്രീം. ഞാനൊരു വിചിത്രമായ സ്വപ്നം കണ്ടു. സോ ഇതിനകത്തും നമ്മുടെ ഡ്രീംറ്റായ ഇൻട്രാൻസിറ്റീവ് വെർബും ഒബ്ജക്റ്റായ ഡ്രീമും ഒരേ അർത്ഥമുള്ള വാക്കുകൾ. അതുകൊണ്ട് തന്നെ അവസാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡ്രീം എന്നുള്ളത് നമ്മുടെ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് ആണ്. സോ എക്സാമ്പിൾ 4, ഹീ സ്ലീപ്സ് ദ സ്ലീപ്പ് ഓഫ് ദ ജസ്റ്റ്. അവൻ ഒരു നീതിമാന്റെ ഉറക്കം ഉറങ്ങുന്നു എന്നുള്ള ഈ സെൻറ്റൻസിലാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ സ്ലീപ്സ് എന്നുള്ള ഇൻട്രാൻസിറ്റീവ് വെർബും സ്ലീപ്പ് എന്നുള്ള അവസാനം ഉപയോഗിച്ചിരിക്കുന്ന ഒബ്ജക്റ്റും ഒരേ അർത്ഥമുള്ള വാക്കുകൾ തന്നെയാണ്. സോ സ്ലീപ്പ് എന്നുള്ള അവസാനത്തെ നമ്മുടെ ഒബ്ജക്റ്റായ ഈ ഒരു സ്ലീപ്പാണ് നമ്മുടെ എന്താണ് കോഗ്നേറ്റ് ഒബ്ജക്റ്റ്. സോ എക്സാമ്പിൾ 5, ലെറ്റ് മി ഡൈ ദ ഡെത്ത് ഓഫ് ദ റൈറ്റേഴ്സ്. ഈ ഒരു സെൻറ്റൻസിലും ഞാനൊരു നീതിമാൻ്റെ മരണം ഞാൻ സ്വീകരിച്ചോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യൻ്റെ മരണം എനിക്ക് കിട്ടിക്കോട്ടെ, സാധാരണ ഒരു മരണം കിട്ടിക്കോട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഡൈ ആൻഡ് ഡെത്ത്, ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻട്രാൻസിറ്റീവ് വെർബായ ഡൈയും അവസാനം ഒബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡെത്തും ഒരേ അർത്ഥമുള്ള വാക്കുകൾ തന്നെ. സോ അവസാനം ഉപയോഗിച്ചിരിക്കുന്ന ഡെത്ത് എന്നുള്ള ഈ ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ കോഗ്നേറ്റ് ഒബ്ജക്റ്റ്. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ
ഷീ സൈഡ് എ ഡീപ് സൈ. ഈ സെൻറ്റൻസിലും സൈഡ് എന്നുള്ള ഇൻട്രാൻസിറ്റീവ് വെർബും അവസാനം ഉപയോഗിച്ചിരിക്കുന്ന സൈ എന്നുള്ള നമ്മുടെ ഈ ഒബ്ജക്റ്റായ നൗണും ഒരേ അർത്ഥമുള്ള വാക്കുകൾ തന്നെ. അതുകൊണ്ട് തന്നെ അവസാനം ഉപയോഗിച്ചിരിക്കുന്ന സൈ ആണ് ഇൻട്രാൻസിറ്റീവ് വെർബ്. സോ എക്സാമ്പിൾ 7, ഷീ സാങ് എ സ്വീറ്റ് സോങ്. ഈ ഒരു സെൻറ്റൻസിലാണെങ്കിൽ പോലും ഇവിടെ സാങ് എന്നുള്ള ഈ ഒരു വെർബ് ഫോമും അവസാനം ഉപയോഗിച്ചിരിക്കുന്ന സോങ് എന്നുള്ള ഈ ഒരു ഒബ്ജക്റ്റും ഒരേ അർത്ഥമുള്ള വാക്കുകൾ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളുടെ അവസാനം ഉപയോഗിച്ചിരിക്കുന്ന സോങ് എന്നുള്ള ഈ ഒരു ഒബ്ജക്റ്റ് കോഗ്നേറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. കാരണം ഇതിൻ്റെ അർത്ഥവും വെർബിൻ്റെ അർത്ഥവും ഒന്ന് തന്നെ. ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ ലാസ്റ്റ് എക്സാമ്പിൾ, ഔറംഗസേബ് lived the life of an ascetic. ഔറംഗസേബ് lived the life of an ascetic. ഔറംഗസേബ് ഒരു സന്യാസിയുടെ ജീവിതമാണ് നയിച്ചത് എന്നുള്ള ഈ സെൻറ്റൻസിലാണെങ്കിൽ പോലും lived എന്നുള്ള ഈ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബും ഒബ്ജക്റ്റ് ആയിട്ടുള്ള ലൈഫ് എന്നുള്ളൊരു വാക്കും ഒരേ അർത്ഥം തരുന്ന വാക്കുകൾ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ലൈഫ് എന്നുള്ളൊരു വാക്കാണ് നമ്മുടെ എന്താണ് കോഗ്നേറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കുവാണ്. ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് അല്ലെങ്കിൽ ഒരു ഇൻട്രാൻസിറ്റീവ് വെർബുള്ള ഒരു സെൻറ്റൻസിൽ നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാകും. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ഒരിക്കലും ഒബ്ജക്റ്റിലേക്ക് നമുക്ക് പാസ്സാകത്തില്ല. സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ഒബ്ജക്റ്റിലേക്ക് ഒരു കാരണവശാലും പാസ്സായി പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പാസ്സാകാത്ത ഈ ഒരു സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബ് ഉള്ള സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല എന്നല്ല, ഒബ്ജക്റ്റ് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, അതുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഒരിക്കലും പാസ്സാകത്തില്ല. അതാണ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബുള്ള ഒരു സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത. അതേസമയത്ത് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ ഒബ്ജക്റ്റിലേക്ക് പാസ്സാകുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് അങ്ങനെ ഒരു വെർബിനെ നമ്മൾ ട്രാൻസിറ്റീവ് വെർബ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യൂസേറ്റീവ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് കോഗ്നേറ്റ് ഒബ്ജക്റ്റ്? സിമിലർ വെർബിൻ്റെ അതേ മീനിങ് ഉള്ള ഒബ്ജക്റ്റ് നമുക്ക് ഒന്നിച്ച് കൂടെ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യൂസേറ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇൻട്രാൻസിറ്റീവ് വെർബിൻ്റെ ഒരു ഭാഗമാണ് ഈ കോഗ്നേറ്റ് ഒബ്ജക്റ്റും അല്ലെങ്കിൽ കോഗ്നേറ്റ് അക്യൂസേറ്റീവ് എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കൊരു അഡ്വർബിയൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അഡ്വർബിയൽ അക്യൂസേറ്റീവ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് തെലുങ്കിലും ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്. അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് വാട്ട് ആൻ കോഗ്നേറ്റ് ഒബ്ജക്റ്റ് ഓർ കോഗ്നേറ്റ് അക്യൂസേറ്റീവ് ഈസ്. സോ ബൈ.